ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന റീൽസ് വീഡിയോസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ എക്സ്പ്ലോർ പേജിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ കാണാറുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ട്രെൻഡ് കാണിക്കുന്ന മൺസൂൺ റിലേറ്റഡ് ആയിട്ട് കുറച്ച് റീൽസുകളാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീൽസ് വീഡിയോസ് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടില്ല ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായി ഞാൻ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഈ റീൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ക്യാപ്കട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VN ഇൻഷോട്ട് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുഖത്തെ ന്യൂ പ്രോജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്ലിപ്സ് പറയുന്നത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലിപ്സ് കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഏത് മോഡലിലെ റീലാണോ മേക്ക് ചെയ്യേണ്ടത് ആ ഒരു റീല് നിങ്ങൾ ഇതിലേക്ക് ക്യാപ്കട്ടിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് ഇത് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് നോക്കി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ക്യാപ്കട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അവിടെ ഒരു ക്യാപ്കട്ടിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് താഴത്തെ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ 9:16 സെറ്റ് ചെയ്യുക. ആ ഒരു ഫ്രെയിം റേഷ്യോ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 16:9 നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് റീൽ ഷൂട്ട് ചെയ്ത് കളിച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് റീൽ വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ റീൽ വീഡിയോന്റെ ഓഡിയോ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോൻ്റെ ലെയർ നിങ്ങൾ മാക്സിമം സൂം ചെയ്തിട്ട് ആ ഒരു വൈറ്റ് ലൈൻ നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള റീൽ വീഡിയോ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് അതിൽ ആ ഒരു ആഡ് ചെയ്തിട്ടുള്ള റീൽ വീഡിയോന്ന് ഒരു ക്ലിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലിപ്പ് എവിടെ വരുന്നത് നോക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ലെയർ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക താഴത്തെ ടൂൾ ബോക്സിലെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മെല്ലെ വൈറ്റ് ലൈൻ ഇങ്ങനെ ഫ്രണ്ടിൽ നീക്കിയിട്ട് എവിടെ വെച്ചിട്ടാണ് വീഡിയോ മാറുന്നത് അവിടെ വെച്ചിട്ട് ആ ഒരു മാറുന്നതിൻ്റെ തുടക്കത്തിൽ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഡ്യൂറേഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പമാകും. അപ്പോൾ ഗൈസ്, നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ നോക്കിയിട്ട് ഓരോ ക്ലിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വീഡിയോയുടെ ലെയർ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ ഓരോ വീഡിയോക്ക് നമ്മൾ ഇനി റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കട്ട് ചെയ്തിട്ടുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ റീപ്ലേസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഓരോ ക്ലിപ്സ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള റീൽ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് ഓരോ ഡ്യൂറേഷൻ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് നമ്മൾ ഈ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സിലേക്ക് നമ്മൾ ചെറിയൊരു മൂടി ടൈപ്പിലുള്ള ഒരു കളർ ഗ്രേഡ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായി താഴത്തെ ടൂൾ ബോക്സിലെ ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ സ്ക്രീനിൽ കാണിച്ചു തന്നുള്ള ഈ ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂടി ടൈപ്പിൽ കിട്ടും. അപ്പോൾ ആ ഒരു ഫിൽറ്റർ ഞാനിവിടെ യൂസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇതിനെ ആഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഫിൽറ്റർ ഇവിടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഒന്നുകൂടി ഒരു ഡാർക്ക് ടൈപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ലെയർ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ചില റീൽസിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മഴ എന്നുള്ള ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കറക്റ്റ് വീഡിയോയുടെ സെൻറ്ററിലോ അല്ലെങ്കിൽ മേലെ താഴെ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇമേജാണ്. ആ ഒരു ഇമേജ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുക ഓവർലായിട്ട്. അപ്പോൾ അതിനെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു മഴ എന്ന് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ബോക്സിലെ പ്ലേസിൽ ഫിൽറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് പോയിട്ട് വൈറ്റ് കറക്റ്റ് ടെക്സ്റ്റ് ആയിട്ട് കിട്ടും.
പിന്നെ നിങ്ങളത് കറക്റ്റ് നിങ്ങളുടെ വീഡിയോക്ക് വേണ്ട ഭാഗത്തേക്ക് നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ലെയർ വീഡിയോയുടെ സ്റ്റാർട്ട് ടു സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളതോ അല്ലാതെ നിങ്ങൾക്ക് ചെറിയൊരു ട്രാൻസ്പെറൻസി മോഡൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴത്തെ ബോക്സിലെ ഒപ്പാസിറ്റി ഓപ്ഷൻ സെലക്ട് ചെയ്ത് ജസ്റ്റ് അതൊന്ന് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നാണ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു മൺസൂണിന്റെ റീൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക അത് മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ ചില റീൽസ് വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മേൽ താഴെ വലിയൊരു ബോർഡർ കൊടുത്തുള്ളത്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ മിറർ എന്നുള്ള ഒരു മാസ്കിന്റെ ഒരു എഫക്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ഇൻവെർട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആ ബോർഡർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കൂടാതെ നിങ്ങൾക്ക് ചെറിയൊരു വിൻറ്റേജ് ടൈപ്പിൽ ഒരു എഫക്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴത്തെ ടൂൾ ബോക്സിലെ എഫക്ട് വീഡിയോ എഫക്ട് പോയിട്ട് അതിൽ റിട്രോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മോഡൽസ് കാണും. അത് നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഞാനിവിടെ സാധാരണ യൂസ് ചെയ്യുന്നത് അതിൽ നോയ്സ് 2 എന്നുള്ള എഫക്റ്റ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് ഇത്ര പണിയുള്ളൂ, ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ റീൽ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനെ ട്യൂട്ടോറിയൽസിനായി ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.